ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ശിവനാമം ഈ പറയുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ എന്നേക്കുമായി ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും ശിവഭഗവാൻ മാറ്റിത്തരും. അപ്പം ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കും, ആഹാ കൊള്ളാലോ, എന്നാന്നു എങ്ങനെയാണെന്നും അറിയാമല്ലോ. ഞാൻ 100% പറയുന്നു, ശരിയായിട്ട് വിശ്വസിച്ച് ചെയ്താൽ ഭഗവാൻ നിങ്ങളുടെ അന്നു മുതലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ, സന്തോഷം, സമാധാനം, സമ്പത്ത്, ഐശ്വര്യമെല്ലാം കൊണ്ടുവരും. ഇത് ശാസ്ത്രത്തിലുള്ള ഒരു വിദ്യയാണ്, ഇതിനെതിരില്ല. ഇതുപോലെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇനിയത്തെ കാര്യം എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന ഡേറ്റും എല്ലാം ഉണ്ട്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഏറ്റവും സൂക്ഷ്മമായ ശിവവിദ്യയാണ് ഇത്. നിങ്ങളുടെ ജീവിതം പരിവർത്തനപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ഇത് എത്ര വർഷങ്ങൾ ഒരു ഗുരുവിൻ്റെ പുറകെ പോയാലും കിട്ടാത്ത ഒരു സംഭവമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ കാര്യത്തിനൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് ധാരാളം ധാരാളം വിദ്യകൾ, ഈശ്വരാനുഭവങ്ങൾ, അതിനൊന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെൻ്റെ ജന്മനിയോഗമായിരിക്കും, അല്ലെ എൻ്റെ ആത്മാവിലുള്ള ജന്മാന്തരങ്ങളിലുള്ള സംസ്കാരമായിരിക്കും, തപസ്സും ജപവും ഒക്കെ ആയിരിക്കും. ആ ഏറ്റവും പവിത്രമായ സനാതനമായ ശിവരഹസ്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കിത് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. ഇത് മുഴുവൻ കാണണം, ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ശരിയായിട്ട് ചെയ്താൽ ബലമുണ്ടാകും. 1 രൂപ ചെലവില്ലാതെ ആർക്കും ചെയ്യാം. എവരിവൺ, സ്ത്രീകളെ, പുരുഷന്മാരെ, പാപങ്ങൾ ചെയ്തവരെ, ചെയ്യാത്തവരെ, ആർക്കും ചെയ്യാം. ശിവൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ശിവനെ ആര് വിളിക്കുന്നോ അവരിൽ ഭഗവാൻ പ്രസാദിച്ചിരിക്കും, അവരുടെ ജീവിതം മാറ്റിയിരിക്കും, അവരുടെ മനസ്സ് ശുദ്ധമാകും, അവരുടെ കർമ്മദോഷങ്ങളെല്ലാം ഭഗവാൻ മാറ്റും. ഞാൻ ആ വിദ്യയെക്കുറിച്ച് പറയാൻ പോവുകയാണ്. നിങ്ങൾ ശരിയായിട്ട് കേട്ടുകൊള്ളുക. നിങ്ങൾക്കറിയാവുന്നവർക്കും ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഒരു ചിത്രകാരൻ അയാൾ വരച്ച ഒരു ചിത്രത്തെക്കുറിച്ച് അയാൾ തന്നെ പറയുമ്പോൾ അത് മനോഹരമാണ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം തന്നെയാണ്. അത് ഞാൻ പറയുമ്പോൾ അത് കൂടുതൽ മനോഹരമാണ്, കാരണം ഞാനത് അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അതുപോലെ പറഞ്ഞു കൊടുക്കാമെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എന്തായാലും അത് കേൾക്കുന്നവർക്ക്, കാണുന്നവർക്കൊരു പ്രയോജനം ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം വാട്സപ്പിൽ ഞാനിപ്പോൾ 5-6 ദിവസത്തിന് മേലെയായി വാട്സപ്പ് നോക്കിയിട്ട്, സമയം കിട്ടുന്നില്ല. അപ്പോൾ വാട്സപ്പിൽ എടുക്കുമ്പോൾ റിപ്ലൈ കൊടുക്കും. ചെയ്യാവുന്നവരുടെ കുറച്ചൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുക, ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളതാണ്. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയത്തുള്ളൂ, അല്ല വേറൊന്നും ഞാൻ പറയത്തില്ല. ഒരാളെ ഇട്ട് വട്ടം കറക്കുക, എന്ന് എന്നെ കാണാൻ വരിക, അങ്ങനെയൊന്നുമില്ല. ഒറ്റ പ്രാവശ്യം നോക്കും, വേണ്ടത് എൻ്റെ അറിവിലുള്ള എനിക്ക് മനസ്സിന് തൃപ്തി വരുന്ന രീതിയിലെല്ലാം പറഞ്ഞു കൊടുക്കും. അത് നല്ല പ്രാർത്ഥനകൾ, ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ, ചൊല്ലേണ്ട നല്ല മന്ത്രങ്ങൾ, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, എവറിത്തിങ്, ശരനൂൽ വിദ്യ, ശാസ്ത്രവിദ്യ, അവർ രക്ഷപ്പെടാനുള്ള വഴികൾ, അതാണ്. അപ്പോൾ അത് ചിലപ്പോൾ 1, 2, 3, 4 ഒക്കെ ദിവസം എടുത്തെന്നിരിക്കും. തൃപ്തിയാകുന്ന രീതിയിൽ ഒരു നോക്കി എനിക്കൊരു തൃപ്തി വന്നു കഴിയുമ്പോഴേ കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് സാഹചര്യം, പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേറ്റ് 5 മണിക്കും 6:15 ഇടയിൽ എഴുന്നേൽക്കണം. ഇത് ചെയ്യണം, ഈ വിദ്യ ചെയ്യണം. 5-നും 6:15 ഇടയ്ക്കുള്ള ഏത് സമയത്തും ചെയ്യാം. 5 മണിക്കും 6:15 ഇടയ്ക്ക് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കാലും കൈയും മുഖവും ഒന്ന് കഴുകുക. എന്നിട്ട് നിങ്ങൾ വീടിനുള്ളിൽ നിന്നല്ല, വെളിയിൽ നിന്ന് ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ തല അല്പം മുകളിലോട്ടൊന്ന് ഉയർത്തണം. അല്പം ഒന്ന് മുകളിലോട്ട് ഉയർത്തി നിങ്ങൾ ശ്വാസം ദീർഘമായിട്ട് എടുക്കുമ്പം ശിവായ നമ എന്ന് മനസ്സിൽ ജപിക്കുക. ശ്വാസം ദീർഘമായിട്ട് വിടുക. ശിവായ നമ എന്ന് മനസ്സിൽ
ജപിച്ചുകൊണ്ട്. അപ്പം മുകളിലോട്ട് ഈ തല വയ്ക്കുമ്പോൾ ദൃഷ്ടി മുകളിലേക്കായിരിക്കണം. അങ്ങനെ വേണം ശ്വാസം പതുക്കെ, ഏറ്റവും പതുക്കെ എടുത്താൽ മതി. ശിവായ നമ എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് നീട്ടിയെടുക്കുക. അതുപോലെ തന്നെ ശ്വാസം പതുക്കെ ശിവായ നമ എന്ന് ജപിച്ചുകൊണ്ട് എത്രയും പതുക്കെ നീട്ടിവിടാവോ അത്രയും പതുക്കെ നീട്ടിവിടുകയും, എടുക്കുമ്പോഴും അതുപോലെ തന്നെ എത്രയും പതുക്കെ എടുക്കാവോ നീട്ടിയെടുക്കാവോ അത് എത്രയും നീട്ടിയെടുക്കുക പതുക്കെ, അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ. മനസ്സിൽ ശിവായ നമ ജപിച്ച്, ഓം വേണ്ട, വെറും ശിവായ നമ ജപിച്ച് ശ്വാസം ദീർഘമായിട്ട് പതുക്കെ സ്ലോവിലി എടുക്കുക. അതുപോലെ ഹോൾഡ് ചെയ്യേണ്ട, ശ്വാസം ദീർഘമായിട്ട് പതുക്കെ ശിവായ നമ മനസ്സിൽ ജപിച്ചുകൊണ്ട് വിടുക. ഇത് ആവർത്തിക്കുക. ഇത് ഒന്നുകിൽ 3 തവണ ചെയ്യാം, അല്ലെ 1/2 മിനിറ്റ് ചെയ്യാം, അല്ലെ 1 മിനിറ്റ് ചെയ്യാം. അപ്പോഴൊക്കെ മേലോട്ടായിരിക്കണം നോക്കുന്നത്. പെടലി അല്പം മുകളിലോട്ട് ഉയർത്തി കണ്ണ് ഇങ്ങനെ മേലോട്ട് നോക്കി വേണം ഇത് ചെയ്യാൻ. ഇത് ഒരു രഹസ്യവിദ്യയാണ്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ശിവവിദ്യയാണ്, ശ്വാസവിദ്യയാണ്, ആർക്കും ചെയ്യാം. മുഴുവൻ രഹസ്യങ്ങളും ഇതിൻ്റെ മുന്നിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുകൂടെ കേട്ടിട്ടേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് ബലമുണ്ടാകും. ഇത് കൃത്യം ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ചെയ്തു പോന്നാൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ അനുഭവിച്ചറിയും. നിങ്ങളുടെ ഉള്ളിൽ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം, ഭഗവാന്റെ ഒരു എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും സമാധാനവും ഐശ്വര്യവും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും, അങ്ങനെ ശിവാനുഭവം ശിവാനുഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വരും. നിങ്ങളെ ആർക്കും ഒരു കാര്യം തടസ്സപ്പെടുത്തുവാനോ ഒന്നും സാധിക്കത്തില്ല. ഭഗവാന്റെ ഏറ്റവും വലിയ ഭഗവാനെ നിങ്ങൾ അനുഭവിക്കും. മനസ്സിലായോ? അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടനിലക്കാരും വേണ്ട ഈ വിദ്യ ചെയ്യുന്നവന്. ഈ വിദ്യ ചെയ്യുന്നവൻ തന്നെയാണ് അവൻ്റെ ഗുരുവും എല്ലാം. കാരണം ഇത് ശിവവിദ്യ, ടോപ്പായിട്ടുള്ള വിദ്യ. ഇതിനെ അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല. ശ്വാസത്തിൽ ശിവനെ ഉപാസിക്കുന്ന, ശിവനെ ജപിക്കുന്ന ഈ ശാസ്ത്രവിദ്യകൾക്ക് എതിരില്ല കേട്ടോ. കാരണം ശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മളുടെ ഏറ്റവും നമ്മുടെ പ്രാണൻ തന്നെയാണ്. ആ ശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്ന ചൈതന്യമാണ് നമ്മുടെ പ്രാണൻ. ഈ പ്രാണനെ കൊണ്ടുള്ള വിദ്യകൾ, അതും ശിവനാമം ജപിച്ചുള്ള വിദ്യകൾ ഏറ്റവും പവർഫുള്ളാണ്. സർവവശ്യം എല്ലാം നമ്മൾ ഇത് നിത്യേന ചെയ്തിട്ട് അന്നത്തെ ഒരു ദിവസം നിങ്ങൾ തുടങ്ങി നോക്കുക. നിങ്ങളെ മറ്റുള്ളവർ കൂടുതൽ നിങ്ങളോട് അന്ന് വരെ അധികം മിണ്ടാത്തവർ നിങ്ങളോട് ഇങ്ങോട്ട് കയറി മിണ്ടും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങും. അതായത് ഒരു വശ്യമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ സ്വയം അനുഭവിച്ചറിയുക. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ വിജയിക്കാൻ പറ്റും. നിങ്ങളുടെ തൊഴിൽ നിങ്ങൾക്ക് ദിവസം ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു മനസ്സിന് സന്തോഷം, സമാധാനം, മനസ്സിന് നല്ലൊരു ഫീലിങ്സ് എന്ന് വേണ്ട സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. 1 രൂപ ചിലവില്ലാതാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 1 രൂപ ചിലവില്ലാതെ. സത്യമായ വിദ്യയാണ്, സനാതനമായ വിദ്യയാണ്, ശിവവിദ്യയാണ്. ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം പറഞ്ഞുതരാം. ഇത് എന്തുകൊണ്ട് വെളുപ്പിനെ 5 മണിക്കും 6:15 ഇടയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ വെളുപ്പിനെ 5 മണി അല്ലെ 6:15 ഇടയ്ക്കുള്ള സമയമെന്ന് പറഞ്ഞാൽ പ്രകൃതി ഉണരുന്ന സമയമാണ്. പ്രകൃതി ഉണരുമ്പോൾ ആ ഉണർവ് നമ്മളുടെ ബോധത്തിലും നമ്മളുടെ മനസ്സിലും ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് പെരക്കകത്ത് കയറി ഇരുന്ന് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് വീടിന് വെളിയിൽ നിന്ന് കിഴക്കോട്ട് നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ആ പ്രപഞ്ചവുമായിട്ട്, ആ പ്രപഞ്ചബോധവുമായിട്ട്, ആ പ്രകൃതിയുമായിട്ട് ഒരു താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരീയത, ആ ദൈവികത, നമ്മുടെ ഉള്ളിലെ ശരിയായ കഴിവുകൾ, വാസനകൾ എല്ലാം ഉണരുന്നത്. ഇന്നത്തെ മനുഷ്യന് ഏറ്റവും വലിയ പ്രശ്നം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിൽ ജീവിച്ചു തീർക്കുകയാണ് ജീവിതം. അതുകൊണ്ട് തന്നെയാണ് അവർക്കെല്ലാം എന്നും പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളുടെ പുറകെ പ്രശ്നങ്ങളായിട്ട് ഓടുകയാണ്. ഒരു യാത്ര പോകുക, പ്രകൃതിയുമായിട്ട് ചേർന്ന് കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കുക, അത് ചെയ്യുന്നവർക്കറിയാം അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും ഒക്കെ ഉണ്ടാകും. പ്രകൃതിയിൽ നിന്ന് അകന്നതാണ് മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് അവൻ്റെ ഉള്ളിലെ എല്ലാ ഗുണങ്ങളും, എല്ലാ കാര്യങ്ങളും, എല്ലാ ഔട്ട്പുട്ടും എല്ലാം അവന് അനുഭവിക്കാൻ പറ്റുന്നത്. അവൻ്റെ ടെൻഷനും ഒക്കെ മാറുന്നതും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിക്കാനും ഒക്കെ നല്ലൊരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകുന്നതും ആ പ്രകൃതിയോട് ചേർന്ന് നിന്ന് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് വെളുപ്പിനെ 5-നും 6:15 ഇടയിൽ പ്രകൃതി ഉണരുന്ന സമയം, പക്ഷികൾ ഉണരുന്ന സമയം, ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ഉണർവിൻ്റെ സമയത്ത് ഇത് ചെയ്യുക. ആ സമയത്തിന് പ്രാധാന്യമുണ്ട് കേട്ടോ. ഇനിയും രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് കാലും കൈയും മുഖവും കഴുകാൻ പറഞ്ഞത്?
കാലും കൈയും മുഖവും കഴുകിയിട്ട് ചെയ്യുമ്പോൾ ഒരു ശരീരത്തിനോട് ഒരു ഉണർവ്, മനസ്സിനൊരു ഉണർവ് അതുണ്ടാകും. ഉണർവിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്കാകും, ആ നിമിഷത്തിലേക്ക് വരും ശ്രദ്ധ. രണ്ട് കാര്യങ്ങളാണ് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് പെട്ടെന്ന് മൈൻഡ് വരാൻ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഒന്ന്, കൈയും കാലും മുഖവും കഴുകുക. അപ്പോൾ നമ്മൾ ആ ഒരു ഉണർവ്, ആ സമയം, ആ നിമിഷത്തിലേക്ക് മൈൻഡ് വരും. നമ്മൾ എപ്പോഴും സാധാരണ രീതിയിൽ മനുഷ്യൻ എപ്പോഴും കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചായിരിക്കും നടക്കുന്നത്. പക്ഷേ അത് കയ്യും കാലും മുഖമൊക്കെ കഴിയുമ്പം അവനൊരു ഉണർവ് വന്ന് ആ പ്രസൻറ്റ് മൂമെൻറ്റിലേക്ക് വരും. മൈൻഡ്ഫുൾനെസ് ഉണ്ടാകും, ആ നിമിഷത്തിലേക്ക് വരും. രണ്ട്, മണിയടി ശബ്ദം കേൾക്കുമ്പോൾ ശ്രദ്ധ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരും. ക്ഷേത്രത്തിലൊക്കെ മിക്കവാറും മണിയടി ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സൊരു ഉണർവിലേക്ക് വരിക എന്നൊരു ഉദ്ദേശം കൂടെ അതിൻ്റെ അകത്തുണ്ട്. ആ ഉണർവിലേക്ക് വരുമ്പോഴാണ് പ്രാർത്ഥന ഫലം കാണുന്നത്. അല്ലെങ്കിൽ വീട്ടിലെ കാര്യമോ നാട്ടിലെ കാര്യമോ ലോണിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരു കാര്യമില്ല, വെറുതെ സമയം കളയുന്നുള്ളൂ. നമ്മൾ ആ നിമിഷത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ഫലം ഉണ്ടാകുന്നത്. മണിനാഥം ക്ഷേത്രത്തിലൊക്കെ ഒരു പ്രധാന ഭാഗമാണ്. അതിൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞത്. അപ്പം കൈയും കാലും മുഖം കഴുകുന്നതിൻ്റെ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഈ വീടിന് വെളിയിൽ നിന്ന് എന്തുകൊണ്ടാണ് വീടിന് വെളിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ചെയ്യാൻ പറഞ്ഞത്? വീടിന് വെളിയിൽ നിൽക്കുമ്പോഴാണ് ആ ശ്വാസോച്ഛ്വാസം, പ്രകൃതിയുമായിട്ടുള്ള ആ ശ്വാസം നമുക്ക് നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ തല അല്പം മുകളിലേക്ക് ഉയർത്തണമെന്ന് പറഞ്ഞു. അതെന്തിനാണ് പറഞ്ഞത്? അത് ഏറ്റവും രഹസ്യമായ വിദ്യയാണ് കേട്ടോ. തല അല്പം ഉയർത്തുക. ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. എവിടെ വേണേലും പോയി നോക്കിക്കൂ, ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. അത്രയൊരു വിദ്യയാണ്. ഈ പെടലി മേലോട്ട് ഉയർത്തണമെന്ന് പറഞ്ഞു. അതിൻ്റെ രഹസ്യം എന്താ? അത് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മർമ്മമായ രഹസ്യം. നമ്മൾ സാധാരണ രീതിയിൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ പെടലി സാധാരണ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് വെക്കുന്നത്, അല്ലേ? ഇങ്ങനെ ഉയർത്തിയല്ലല്ലോ നടക്കുന്നോ ഇരിക്കണമെന്നോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജപ്രവാഹവും ഇങ്ങനെ അല്പം മോളോട്ട് ഉയർത്തുമ്പോൾ ഒരു ഊർജ്ജപ്രവാഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി നേർരേഖയിൽ ഈ വിശുദ്ധിയിൽ നിന്ന് ആജ്ഞയിലേക്കുള്ള ഊർജ്ജസഞ്ചാരം കുറച്ചുകൂടെ ഒരു സ്ട്രെയിറ്റായിട്ട് പോകും. അതാണ് ഈ തല അല്പം ഉയർത്തുന്ന ഒരു രഹസ്യം. മാത്രമല്ല, തല അല്പം ഉയർത്തുമ്പോൾ കണ്ണുകൾ മുകളിലേക്കാകുന്നു. കണ്ണുകൾ മുകളിലേക്കാകുമ്പോൾ ഇവിടെ ശ്രദ്ധ വരും ഓട്ടോമാറ്റിക്കായിട്ട്. ഇവിടെ ശ്രദ്ധ വരുമ്പം ഇത് ആജ്ഞ എന്ന് ഉദ്ദേശിച്ചു. ആജ്ഞ ശരിക്കും ഇവിടാണ്. ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടുന്ന ജംഗ്ഷന് ഇതിൻ്റെ നേരെ അകത്തായിട്ടാണ്. പക്ഷേ നമ്മളിവിടെ കണ്ണുകൾ മുകളിലേക്ക് വയ്ക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഇവിടെ വരും. ഇവിടുന്ന് ഒരു ഫോഴ്സ് നമ്മുടെ ആജ്ഞയിലേക്ക് അകത്തേക്ക് ചൊല്ലും. അപ്പോൾ ആജ്ഞ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും, ആക്റ്റീവ് ആകും. ഏറ്റവും സൂക്ഷ്മമായ വിദ്യയാണ് പറഞ്ഞു തരുന്നത്, ശിവവിദ്യ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തല അല്പം ഉയർത്തി കണ്ണുകൾ മുകളിലേക്ക്, എന്നുവെച്ചാൽ ബലം പിടിച്ചൊന്നും ചെയ്യേണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂളായിട്ട് ചെയ്താൽ മതി. ഒന്നും ബലം പിടിച്ചോ സ്ട്രെസ് എടുത്തോ ചെയ്യരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കണ്ണുകൾ മുകളിലേക്ക് നോക്കി, നിങ്ങൾ പൂർണ്ണമായിട്ടും മുകളിലേക്ക് നോക്കണ്ട, ഭാഗികമായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ആജ്ഞാചക്രത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലനം പെട്ടെന്നുണ്ടാകും. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. ശിവമന്ത്രത്തോടു കൂടി. ശിവായ മന്ത്രം എന്ന് പറഞ്ഞാൽ ശിവായ നമ എന്ന് പറഞ്ഞ മന്ത്രം ഏറ്റവും അത്ഭുത ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ്. ശിവമന്ത്രത്തിനകത്ത് ശിവായ നമ എന്ന മന്ത്രം ഭൗതികമായ ഐശ്വര്യങ്ങളും അതുപോലെ ആത്മീയമായ അനുഗ്രഹങ്ങളും ഒരുപോലെ നൽകുന്ന ഒരു ശിവമന്ത്രമാണ്. അറിയത്തില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളുക. ഓം നമോ നാരായണക്കകത്ത് തന്നെ ഒരുപാട് രഹസ്യമുണ്ട്. നമ്മൾ അറിഞ്ഞതിനും അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര രഹസ്യമുള്ള മന്ത്രമാണ് ഈ ഓം നമോ നാരായണയും. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് ശിവായ നമയെക്കുറിച്ചാണ്. അതൊരു അറിവിന് വേണ്ടി പറഞ്ഞിട്ടേ ഉള്ളൂ. ശിവായ നമയാണ് നിങ്ങൾ ജപിക്കേണ്ടത്. ശിവായ നമയെക്കുറിച്ചാണ് പറയുന്നത്. ശിവായ നമ പോലെ തന്നെ രഹസ്യമുള്ള മന്ത്രമാണ് ഓം നമോ നാരായണായ. ഒന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. ശിവായ നമയെക്കുറിച്ചാണ് ഇപ്പം പറയുന്നത്. ഇപ്പോൾ ജപിക്കേണ്ടത് ശിവായ നമ തന്നെയാണ്, ശ്വാസത്തോടൊപ്പം കേട്ടോ. അപ്പോൾ ശിവായ നമ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന, നിങ്ങൾക്ക് ആത്മീയമായ അനുഗ്രഹം തരുന്ന, ഇങ്ങനെ 2 കാര്യങ്ങൾ, ഭൗതിക സുഖവും ആത്മീയ സുഖവും തരുന്നതാണ് ശിവായ നമ. ഓം വേണ്ട. അപ്പം ഇങ്ങനെ ശ്വാസം പതുക്കെ എടുത്ത്
ശിവായ നമ ജപിച്ച് ശ്വാസം പതുക്കെ നീട്ടിവിടുക. പരമാവധി നീട്ടിയെടുക്കുക, പരമാവധി നീട്ടിവിടുക, പരമാവധി പതുക്കെ എടുക്കുക, പരമാവധി പതുക്കെ വിടുക. അതോടൊപ്പം മനസ്സിൽ ശിവായ നമ ജപിക്കുക. വിടുമ്പോഴും ശിവായ നമ മനസ്സിൽ ജപിക്കുക. കണ്ണുകൾ ഇങ്ങനെ കോണിച്ച് ഇങ്ങനെ മേലോട്ട്, നമ്മളിങ്ങനെ വെക്കുമ്പോൾ എങ്ങനെ നോക്കാൻ പറ്റുന്നോ അങ്ങനെ വെക്കുക. ബലം പിടിച്ചൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുക. ഇത് ദിവസവും ചെയ്തുകൊള്ളുക. 3 തവണ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു 1/2 മിനിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് ചെയ്യാം. അത്രയും മതി. അതിൽ കൂടുതൽ ചെയ്യേണ്ട. അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഏറ്റവും ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു വിദ്യയാണത്. ഇത് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. ഏറ്റവും സൂക്ഷ്മമായ രഹസ്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. അതുപോലെ ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യാനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓവുചാലിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ ആ താഴികക്കുടത്തെ നോക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യം ഭഗവാൻ നടത്തിത്തരും. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന് മാത്രം. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക, അങ്ങനെ ചെയ്താൽ ഫലം ഉണ്ടാകത്തില്ല. ഇതുപോലെ താഴികക്കുടത്തെ ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിങ്ങളുടെ ഒരു പൂർണ്ണ മനസ്സോടെ പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാനോടൊരു കാര്യം പറഞ്ഞാൽ ഭഗവാൻ ആ കാര്യം നടത്തിത്തരും. രഹസ്യവിദ്യയാണ് കേട്ടോ. അത് ആ പ്രദക്ഷിണം വെക്കുമ്പോൾ ഓവുചാലിൻ്റെ അവിടെ നിന്ന് താഴികക്കുടത്തിലോട്ട് നോക്കി പ്രാർത്ഥിക്കണം കേട്ടോ. നല്ലതാണ്, കൃത്യമാണ്. ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാകും. അതിൻ്റെ രഹസ്യം ഇത് തന്നെയാണ്. നമ്മുടെ തല ഇങ്ങനെ ഉയർത്തുമ്പോൾ നമ്മുടെ ദൃഷ്ടി ആ താഴികക്കുടത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇവിടെ വരുന്നു. അത് ആജ്ഞയിലേക്ക് എൻ്റെ എഫക്റ്റ് വരുന്നു. മാത്രമല്ല പെടലി ഇങ്ങനെ ഉയർത്തുമ്പോൾ ഈ ആജ്ഞ ഈ ഇവിടെ വിശുദ്ധി, ഒന്നുകൂടെ പറയാം, വിശുദ്ധി തൊണ്ടയുടെ അവിടെ വിശുദ്ധി ആജ്ഞ ഈ ഇങ്ങനെ 4 കൂടി ഒരു വര വരച്ചാൽ സന്ധിക്കുന്നിടം. നമ്മൾ സാമാന്യം ഇവിടെ പറയുമെങ്കിലും ഇതിന് നേരെ കാണുന്നതാണ് ആജ്ഞ. ആജ്ഞയിലും ഇങ്ങനെ തല വയ്ക്കുമ്പോൾ ആ ഉയർത്തുമ്പോൾ ആജ്ഞയിലാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. അതാണ് അതിൻ്റെ രഹസ്യം. ഇതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. നല്ലത് മാത്രം നൽകുന്ന കാര്യങ്ങളാണ്. ഒരു വ്യക്തി ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളാണ്. ശുദ്ധമായ ബോധം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈശ്വരനെ അറിയുന്ന കാര്യങ്ങളാണ്. ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുന്നത് അവൻ അറിവ് സമ്പാദിക്കുമ്പോഴല്ല, അവൻ സ്വയം ശുദ്ധീകരിക്കുമ്പോഴാണ്. മാനസികമായിട്ട് അപ്പോഴാണ് അവൻ മാറുന്നത്. അവൻ്റെ ആ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു അറിവുകളാണ് ശിവവിദ്യയിലൂടെ ലഭിക്കുന്നത്. ശിവൻ ആ ശുദ്ധമായ ബോധമാണ്, എനർജിയാണ്. ഞാനീ പറഞ്ഞു തന്നത് നിങ്ങളുടെ ഉള്ളിലെ ശിവനെക്കുറിച്ചാണ്. നിങ്ങളുടെ ഉള്ളിലെ ഓരോരുത്തരുടെ ഉള്ളിലും എനർജിയായിട്ട് വസിക്കുന്ന, ആജ്ഞയിൽ വസിക്കുന്ന ശിവബോധത്തെക്കുറിച്ചാണ് പറഞ്ഞു തന്നത്. സത്യമായ സനാതനമായ വിദ്യ പറഞ്ഞു തന്നത്. ഇതുപോലെ മനസ്സിലാക്കി ജപിക്കുക കേട്ടോ. ഇതുപോലെ മനസ്സിലാക്കി ചെയ്യുക. നിങ്ങൾക്ക് വലിയ ഗുണമുണ്ടാകും ജീവിതത്തിൽ. ഞാൻ പറഞ്ഞു തരുന്നത് ജ്ഞാനമല്ല, വിജ്ഞാനമാണ്. ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? അറിവ്. വിജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? അനുഭവത്തോടു കൂടിയ അനുഭവമാണ്. അറിവല്ല, തിരിച്ചറിവാണ് ഈ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ ശിവനെ വിശ്വസിക്കാനുള്ള കാര്യം, ചെറുപ്പത്തിലെ ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിക്കുണ്ടായിരുന്നു. അത് അയ്യപ്പസ്വാമിക്ക് വഴിപാട് നേർന്ന് ശബരിമലയിൽ പോയ പിന്നാണ് എൻ്റെ വിക്ക് മാറിയത്. അപ്പോഴും ഞാൻ ശിവനെ വിശ്വസിക്കുന്നു. അയ്യപ്പസ്വാമി ശിവാംശം തന്നെയാണ്. ഞാനിപ്പോൾ ഇതുപോലെ സംസാരിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ ഒരു അനുഗ്രഹമാണ്. അയ്യപ്പസ്വാമി ശിവാംശം തന്നെയാണ്. ഞാൻ ശിവനിൽ വിശ്വസിക്കുന്നു, അയ്യപ്പസ്വാമിയിൽ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ പറയുന്ന പിന്നെ മുഴുവൻ ദൈവിക കാര്യങ്ങളാണ്. ഞാൻ സംസാരിക്കാൻ എനിക്ക് വലിയ ഒരുപാട് വിക്കുണ്ടായിരുന്നു ഈ ചെറുപ്പത്തിലെ. അപ്പോൾ ചെറുപ്പത്തിലെ ശബരിമലയിൽ പോയി നേർന്നു പോയി അത് മാറിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ എന്നെ ശബരിമല വെച്ച് കാണാതെ പോയതാണ്. പക്ഷേ പിന്നീട് തിരിച്ചു കിട്ടി. എന്തുകൊണ്ട്? ഞാൻ ശിവനിൽ വിശ്വസിക്കുന്നു. ശിവനും അയ്യപ്പനും എല്ലാം ശിവാംശം തന്നെയാണ് അയ്യപ്പനും. അതുപോലെ മഞ്ഞപ്പിത്തം വന്ന് രണ്ടാമത് വന്ന് കൂടി ഒരു കൂടിയ സ്റ്റേജിൽ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അന്ന് ഒരു ഒറ്റമൂലി കഴിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആ ഒറ്റമൂലി ഒരു പച്ചമരുന്നാണ്. അത് ശിവഭഗവാൻ, ഞാൻ ശിവനിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇന്നും ജീവിക്കുന്നു. അല്ലെ, എനിക്ക് അതിനൊരു മാർഗം ഭഗവാൻ കാണിച്ചു തന്നു. ഐ ബിലീവ് ഇൻ ശിവ. എല്ലാം ഭഗവാന്റെ ഒരു കാരുണ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ അത് ഭഗവാന്റെ ഒരു കാരുണ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതുപോലെ ഒരു പ്രാവശ്യം ഞാൻ ബസ്സിനടിയിൽ പോകേണ്ടതായിരുന്നു. വീണ് കിടക്കുകയാണ്, ബസ് കയറേണ്ടതായിരുന്നു. പക്ഷേ ഒരാളാണ് എന്നെ രക്ഷിച്ചത്. ഓടി വന്നു. ഒരു സന്ധ്യാസമയത്തായിരുന്നു. കാരണം ഞാൻ ശിവനിൽ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ വീടിന് ജപ്തി നോട്ടീസൊക്കെ വന്നപ്പോഴും
അതൊക്കെ വിറ്റുപോയി, അത് ശരി തന്നെ. പക്ഷേ എങ്കിലും എൻ്റെ ശിവനിലുള്ള വിശ്വാസത്തിന് കുറവൊന്നുമില്ല. അന്നും ഇന്നും ഞാൻ ശിവനെ വിശ്വസിക്കുന്നു. ഒന്നിനും വേണ്ടിയല്ല. ഞാൻ ഭഗവാനോട് ഒരു കാര്യം ആവശ്യപ്പെടാറില്ല, എനിക്ക് വേണ്ടി ഒരു കാര്യവും ആവശ്യപ്പെടാറില്ല. ഒന്നും ആവശ്യപ്പെടാതാണ് ഞാൻ ഭഗവാനിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ എനിക്ക് പല കാര്യങ്ങളും നൽകി. ഒരുപാട് സൂക്ഷ്മ വിദ്യകൾ, ശിവവിദ്യകൾ, ക്രിയായോഗ, ഒരുപാട് മഹർഷീശ്വരന്മാരെ പോലുള്ള ആളുകളിൽ നിന്നുള്ള സൂക്ഷ്മമായ അറിവുകൾ, ഇതൊക്കെ എനിക്ക് ഭഗവാൻ നൽകി. എല്ലാത്തിനും ഭഗവാനോട് ഞാൻ നന്ദിയുള്ളവനാണ്, എല്ലാത്തിനും. അപ്പം ഭഗവാന്റെ വിദ്യ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ആരും പറഞ്ഞുതരാത്ത കാര്യമാണ്. അപ്പം ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ചെയ്താൽ നിങ്ങൾ ഭഗവാനെ അറിയും. നിങ്ങളുടെ ഇടയ്ക്ക് ആരും ഒരു മീഡിയേറ്റർ, ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. ശിവനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. ശ്വാസത്തെ അറിയുമ്പോൾ ശിവനെ അറിയും. ശരത്തെ അറിഞ്ഞാൽ പരത്തെ അറിയും. അതായത് സ്വയം അറിയുമ്പോൾ ശിവനെ അറിയും. ശിവനെ അറിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്, പിന്നെ ഗുരുവും ശിഷ്യനും എല്ലാം നിങ്ങൾ തന്നെയാണ്. അവിടെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. ഭഗവാന് നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നെ നിങ്ങൾ വഴി വെച്ച് കണ്ടാൽ മിണ്ടുപോലും ചെയ്യേണ്ട, എൻ്റെ കാര്യം ഓർക്ക് പോലും ചെയ്യേണ്ട. കാരണം ഞാനതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. ഞാനീ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത് ഓരോ ശ്വാസത്തിലും ഉണ്ട്, അത് മതി. അല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് വേറെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഭഗവാനെ എല്ലാവരും അറിയണം. ഞാൻ പറഞ്ഞ ശിവവിദ്യകൾ എല്ലാ തരത്തിലുള്ള ആളുകളും ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളും ചെയ്യുന്നുണ്ട്. അത് ഭഗവാന്റെ ഒരു നിശ്ചയമാണ്. അല്ലാതെ എൻ്റെ കഴിവോ ഒരു തലമുടി നാരഴിക്ക് പോലും എൻ്റെ യാതൊരു കഴിവോ ഒന്നും അതിൻ്റെ അകത്തില്ല. ഭഗവാന്റെ നിശ്ചയമാണ്. അപ്പം ഭഗവാനിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഓംകാരം ജപിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓംകാരത്തിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട്. ഓംകാരം നീട്ടി ജപിക്കുക. ഇപ്പോൾ ഈ ശിവായ നമ്മെ നീട്ടി ജപിച്ചാൽ ഒരു പ്രത്യേക അനുഭവം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പരമാവധി മനസ്സിൽ ജപിച്ചാൽ മതി. നിങ്ങൾ പരമാവധി നീട്ടി ജപിച്ച് പരമാവധി നീട്ടി ശ്വാസം എടുക്കുകയും നീട്ടി ശ്വാസം വിടുകയും ചെയ്യാൻ പറഞ്ഞു. ഞാനൊന്ന് നീട്ടി ശിവായ നമ്മ ജപിക്കാം. നിങ്ങൾ മനസ്സിൽ ജപിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വാ കൊണ്ട് ഒന്ന് ഉച്ചരിച്ച് ജപിച്ച് കാണിച്ചു തരാം. ശിവായ നമ, ശിവായ നമ. അവിടെ നീട്ടി അങ്ങ് ശിവായ നമ, ശിവായ നമ. അപ്പോൾ ഈ ശിവായ എന്നുള്ള അങ്ങ് നീട്ടണം. നീട്ടുമ്പോൾ നമ്മളുടെ മനസ്സ് നമ്മളുടെ ആ നിമിഷത്തിലാകും. നമ്മൾ അലിഞ്ഞ് ഭഗവാനിലേക്ക് ചേരുകയാണ്. നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ആ നിമിഷത്തിൽ ആകും. അതാണ് അതിൻ്റെ അകത്ത് ഒരു രഹസ്യം. നിങ്ങൾ മനസ്സിൽ ശ്വാസം പരമാവധി നീട്ടി വിടുക, പരമാവധി നീട്ടിയെടുക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. സ്ട്രെസ് എടുത്തോ അല്ലെ ബലം പിടിച്ചോ ഒന്നും ചെയ്ത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഓംകാരം ജപിച്ച് നിർത്തിയേക്കാം. ഓംകാരത്തിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാസിദ്ധർ, ഭോഗർ ഓംകാരം ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന പലതും പകുതിയാണ്. പല കാര്യങ്ങളും പകുതിയാണ്. പക്ഷെ അതിനപ്പുറത്ത് ചില സിമ്പിൾ ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകളാണ് നമ്മളെ പരിപൂർണതയിൽ എത്തിക്കുന്നത്. അത് പക്ഷേ പലപ്പോഴും നമ്മുടെ കിട്ടാറില്ല. ഇപ്പം നമ്മൾ ഒരു പ്രാണായാമം പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രാണായാമം തരുന്നു, നമ്മളത് ചെയ്യുന്നു, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതല്ല, അതിൻ്റെ പകുതിയായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. പകുതി കിട്ടണമെന്നുണ്ടെങ്കിൽ ശിവം വിചാരിക്കണം. ഇപ്പം സിദ്ധർ ഭോഗറുടെ ഓംകാര പ്രാണായാമമുണ്ട്. അത് മൂലാധാരത്തിൽ ചുറ്റി ആ എന്ന് ഉച്ചരിച്ച് അത് മണിപൂരകത്തിലേക്ക് വന്ന് ഓ എന്ന് ഉച്ചരിച്ച് വീണ്ടും അത് ആജ്ഞയിലേക്ക് വന്ന് എന്ന് ഉച്ചരിച്ച് അകത്തേക്ക് വിടണം. അകത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ആ നമുക്ക് കിട്ടുന്ന സംഭവം.
പക്ഷേ അത് അകത്തേക്ക് വിടുന്നതിൻ്റെ അകത്ത് ചില രഹസ്യമുണ്ട്. അവിടെ അതിൻ്റെ കാര്യം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പകുതി അറിയാം, പക്ഷെ പകുതി അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ചെയ്യുന്നവരെല്ലാം ശിവനായിട്ടിരിക്കുന്നതിൻ്റെയും മറ്റുള്ളവർ എല്ലാം ആ ഒരു രീതിയിൽ പോകുന്നതിൻ്റെയും കാര്യം അതാണ്. കാരണം ഈ ഇങ്ങേയറ്റത്തെ മഹാഗുരുക്കന്മാരെല്ലാം പൂർണ്ണമായിട്ടും അറിഞ്ഞവരാണ്. നമ്മൾ ഈ സാധാരണക്കാരിലേക്ക് വരുമ്പം പല വിദ്യകളും അപൂർണമായിട്ടാണ് വരുന്നത്. അത് ഗുരു അങ്ങനെ കൊടുക്കത്തുള്ളൂ. ബാക്കി അവൻ്റെ അനുഭവം കൊണ്ടും കർമ്മം കൊണ്ടും നേടിയെടുക്കേണ്ടതാണ്. പകുതി അവൻ്റെ വിധി, അവൻ്റെ ആ കിട്ടേണ്ട യോഗം കൊണ്ട് കിട്ടും. പകുതി അവൻ കർമ്മശുദ്ധി കഴിഞ്ഞേ ബാക്കി കിട്ടത്തുള്ളൂ. സാധാരണ ആളുകളുടെ കാര്യം പറഞ്ഞു. മഹാഗുരുക്കന്മാരെല്ലാം പൂർണ്ണമായി വിദ്യ ഗ്രഹിച്ച് ആ സമാധിയിൽ പോയവരാണ്. അവരൊക്കെ പൂർണ്ണന്മാരാണ്, പുണ്യാത്മാക്കളാണ്. ഞാൻ സാധാരണ ആളുകളുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഒരുപാട് പ്രാണായാമ വിദ്യകളിൽ അതിമാത്രമായിട്ട് ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് പല കാര്യങ്ങളും അതിനൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങളുണ്ട്, അത് ഒക്കെ പല കാര്യങ്ങളുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പലപ്പോഴും പറഞ്ഞു തരാറുള്ളൊരു രഹസ്യമുണ്ട്. ഇപ്പോൾ ആജ്ഞ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വെച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും ഇതിൻ്റെ അകത്ത് 4 കൂടുന്ന ഒരു ജംഗ്ഷൻ. അതിന് സിദ്ധന്മാർ പള്ളി അറൈ എന്നൊക്കെ പറയും. അത് അവരുടെ കോഡ് ഭാഷയാണ്, അവരുടെ ഒരു ഭാഷയാണ്. പല പേരുകൾ പറയും. ശിവൻ്റെ പാദം അല്ലെ ശിവപെരുമാളുടെ ഭാഗം. അതിൻ്റോട് ബന്ധപ്പെട്ട് രഹസ്യമായി വേറെയും സ്ഥാനങ്ങളുണ്ട് കേട്ടോ. അത് പലപ്പോഴും നിഗൂഢമായിട്ട് പറയാതിരിക്കും, മിക്കവാറും പറയത്തില്ല. അതൊക്കെ ഭഗവാൻ വിചാരിക്കണം, അറിയണം. അത് വളരെ രഹസ്യമായിട്ട് ചില ഗുരുക്കന്മാർ മാത്രം കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ 4 കൂടിയ ഈ ഉള്ളിലുള്ള ഈ ആജ്ഞയിൽ, ഉള്ളിൽ പറയുന്ന ആജ്ഞയിൽ, ആ ആജ്ഞയാണ് ഒരു വളരെ പ്രധാന ഒരു കാര്യമാണ്. ആജ്ഞയിലുള്ള ശ്രദ്ധ, ആജ്ഞയിലുള്ള ബോധം. ഇപ്പം ഇത് ഈ പ്രാണായാമം നമ്മൾ അഭ്യസിക്കുമ്പോൾ ഇത് ശരിയായിട്ടിപ്പം അഗസ്ത്യർ പറയാറുണ്ട്, ചുഴിമുനയിൽ പാറ്. അല്ലാതെ നമ്മൾ എത്ര ചുറ്റി നടന്നിട്ടും കാര്യമില്ല, വെളിയിൽ ചുറ്റി നടന്നിട്ടും കാര്യമില്ല, ചുഴിമുനയിൽ ശ്വാസത്തെ നിർത്തണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ അപ്പം നമ്മൾ വിചാരിക്കും ശ്വാസത്തെ നമ്മൾ എങ്ങനെയാണ് നിർത്തുന്നതെന്ന്. അത് എത്രയോ വർഷത്തെ പ്രാക്ടീസ് ആയിരിക്കും എന്നറിയോ. ഒരു സൈക്കിളിലോട്ട് പഠിക്കുന്ന ആദ്യം സൈക്കിളിൽ കയറി ഇരുന്നാൽ നമുക്ക് ചവിട്ടാൻ പറ്റത്തില്ല. അത് പതുക്കെ കുറേശ്ശെ ചെയ്താണ് വശപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിൻ്റെ ആണെങ്കിലും ഒരു പ്രാവശ്യം അതിൻ്റെ പിന്നെ ഹെലികോപ്റ്ററിൻ്റെ മണ്ടയ്ക്കത്തെ ഫാൻ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ പൊങ്ങത്തില്ലല്ലോ. എത്രയോ തവണ ഫോഴ്സിൽ കറങ്ങുമ്പോൾ എത്രയോ തവണ ആകുമ്പോഴാണ് അത് ഫോഴ്സ് ആകുന്നത്. ഇന്ന് പറഞ്ഞ പോലെ ഈ പ്രാണായാമ വിദ്യകളാണേലും അത് ഒക്കെ എത്രയോ വർഷം കൊണ്ടുള്ള അഭ്യാസം കൊണ്ടാണ് പലതും ഈ മഹാന്മാരായ ഗുരുക്കന്മാരൊക്കെ നേടിയെടുത്തിരിക്കുന്നത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.